ബഹുമാന്യനായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജി വിനോദ് കുമാർ, സെക്രട്ടറി ഡോക്ടർ അജിത് ആനന്ദ്, മറ്റ് സംസ്ഥാന നേതാക്കളെ, വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. സംഘടനയുടെ 35ാമത് സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിന്റെ നടത്തിപ്പിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്വാഗത സംഘത്തിന്റെ മുഴുവൻ ആളുകളെയും സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളന നഗരിയുടെ പേര് ഡോക്ടർ ഇ ഭരതൻ നഗർ എന്നാണ്. AMI വയനാട് ജില്ലാ ഘടകത്തിന്റെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഡോക്ടർ ഭരതന്റെ ഓർമ്മ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന വ്യക്തിത്വത്തിന്റെ അഭാവം തന്നെയാണ് പ്രധാന കാരണം. ആയുർവേദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ അനുജനും സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ ആയി കരുതിയിരുന്ന ഡോക്ടർ ഭരതന്റെ ആയുർവേദ സംഘടനാ പ്രവർത്തനത്തിന്റെ ആരംഭം. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗം സംസ്ഥാന നേതൃത്വത്തിലും ഉത്തരമേഖലാ സെക്രട്ടറി എന്ന നിലയിലും വയനാട് ജില്ലാ സെക്രട്ടറിയും ഒക്കെയായി വിപുലീകരിക്കപ്പെട്ടു. എത്ര വലിയ വേദന അനുഭവിക്കുമ്പോഴും നർമ്മം തുളുമ്പുന്ന സംഭാഷണങ്ങളുമായി പ്രത്യക്ഷപ്പെടാറുള്ള അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് നമ്മുടെ മനസ്സുകളിൽ ഒരിക്കലും മരണമില്ല. ഈ വേദിയിൽ ഓർമ്മിക്കപ്പെടാതെ കടന്നുപോകാൻ വയ്യാത്തൊരു പേരാണ് ഡോക്ടർ M. മാധവൻ്റേത്. വ്യക്തിപരമായ അദ്ദേഹം എൻ്റെ ദീർഘകാല സുഹൃത്താണ്. 1976 മുതൽ കുറേ വർഷങ്ങൾ വയനാട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. 1989 മാർച്ച് 31 അതിദാരുണമായ ഒരു വാഹനാപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സംഘാടകന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഈ സമ്മേളനത്തിൻ്റെ ആദരാഞ്ജലികൾ. സുഹൃത്തുക്കളെ, ചെറിയ വയനാട് എന്ന് പറയുന്നത് ഇതൊരു ചെറിയ മലയോര ജില്ലയാണ്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന സൗത്ത് വയനാടും കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന വടക്കേ വയനാടും കൂടി യോജിപ്പിച്ചുകൊണ്ട് 1980കളിൽ രൂപം കൊണ്ടതാണ് ഈ വയനാട് റവന്യൂ ജില്ല. 36 ഗവൺമെൻറ് ആയുർവേദ ഡോക്ടർമാരടക്കം 130ഓളം പേരാണ് ഇവിടെ ഉള്ളത്. AMI ആയി രൂപീകരിക്കുന്നതിന് മുമ്പുള്ള AMIയുടെ പേരിലുള്ള സംഘടനാ പ്രവർത്തനം 1975 മുതൽ വയനാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു തണുപ്പുള്ള രാത്രിയിൽ കോഴിക്കോട് സ്വദേശികളായ ഡോക്ടർ M. ഗോപാലകൃഷ്ണൻ, ഡോക്ടർ KC ബാലറാം, ഡോക്ടർ മോഹൻദാസ് ഇപ്പോൾ നമ്മോടൊപ്പമില്ല. നാഷണൽ ക്ലിനിക്ക് മോഹൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തൊരു സുഹൃത്താണ്. എന്നീ 3 പേർ 3 ഇരുചക്ര വാഹനങ്ങളിൽ താമരശ്ശേരി ചുരം കയറി വന്നതോടുകൂടിയാണ് ഇവിടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിരലിലെണ്ണാവുന്ന ഡോക്ടർമാർ മാത്രമുള്ള ആ കാലത്ത് ഒരാളെ കണ്ടെത്താൻ ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിയിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡുകൾ പോലും വിരളമായിരുന്നു. ഓർമ്മയിൽ നിന്നും ഒരു ഉദാഹരണം പറയാം. കൽപ്പറ്റയിൽ നിന്നും കാവുമന്നത്തേക്ക് പോകാൻ പിണങ്ങോട് പുഴയിൽ തോണിക്കകത്ത് മോട്ടോർ സൈക്കിളുകൾ കയറ്റിയാണ് യാത്ര ചെയ്തത്. അവിടെ നിന്നും പടിഞ്ഞാറത്തറ ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ശ്രീനിവാസനെ കാണാൻ പോകുന്ന വഴി വിള്ളൽ വീണ് തോടായി മാറിയിരുന്ന റോഡിൻ്റെ മുമ്പിൽ ഞങ്ങൾ പകച്ചു നിന്നു. അവസാനം ഒരു സർക്കസ് കലാകാരനെ പോലെ ഡോക്ടർ ബാലറാം 3 വാഹനങ്ങളും ജമ്പ് ചെയ്യിച്ച് അക്കരെ എത്തിച്ചു. ഇതാണ് ആ കാലഘട്ടത്തിലെ വയനാടെന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെയും നിരവധി വർഷങ്ങൾ ചുരം കയറി വരുന്ന നേതാക്കളെയും ഇത്തരം വാഹനങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയത്. എന്നാൽ ഡോക്ടർ ബാലറാം, പിന്നെ ഡോക്ടർ ഭരതൻ, വീണ്ടും കുറേ പുതിയ ഡോക്ടർമാർ ഇവരൊക്കെ വയനാട്ടിൽ താമസമാക്കിയ ശേഷമാണ് ഈ അവസ്ഥക്കൊരു മാറ്റമുണ്ടായത്. പക്ഷേ പ്രവർത്തന രംഗത്തെ ഏറ്റക്കുറച്ചിലുകൾ കാരണം പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഡോക്ടർ ഗോപിനാഥിനെ പോലുള്ളവരുടെ സഹായം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷങ്ങളായി വയനാട് ജില്ലയിൽ AMIയുടെ സുവർണ കാലഘട്ടമാണ്. പുതിയ തലമുറയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ സംഘടനാ ശക്തി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഡോക്ടർ മുഹമ്മദ് റാസി കാണിച്ച അസാമാന്യമായ നേതൃത്വ പാഠവുമാണ് ഈ മാറ്റത്തിനാധാരം. പുതിയ സംഘടനാ ശക്തി ചലനാത്മകമായപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വയനാട് ജില്ലാ കമ്മിറ്റി ഈ സമ്മേളനം ഏറ്റെടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഡോക്ടർ ഷബിൽ ഇബ്രാഹിം എന്ന ചെറിയ മനുഷ്യൻ.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റിയും ഡോക്ടർ രാജ്മോഹൻ്റെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘവും ഡോക്ടർ ആദർശ് സെക്രട്ടറിയും ഡോക്ടർ ആൻസി മുഹമ്മദ് പ്രസിഡന്റുമായിട്ടുള്ള പുതിയ ജില്ലാ കമ്മിറ്റിയും ഒരുമിച്ച് നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ കുറേ ദിവസങ്ങൾ അധ്വാനിച്ചപ്പോൾ ഇതുപോലൊരു വേദി ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ പ്രതിനിധികൾക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സമ്മേളനം നടക്കുന്നത് വയനാടിൻ്റെ തലസ്ഥാനമായ കൽപ്പറ്റയിലാണ്. പക്ഷേ ഇതൊട്ടേറെ പരിമിതികളുള്ള ഒരു നഗരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. താമസ സൗകര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിനയപൂർവ്വം ഞാൻ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സമ്മേളന ഹാളിനടുത്ത് തന്നെ ഭക്ഷണം ലഭിക്കാനുള്ള സൗകര്യമുണ്ട്. ആവശ്യമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ സ്വയം വളണ്ടിയർമാരായി മാറിയ വയനാട് ജില്ലയിലെ ഡോക്ടർമാർ സദാസമയവും ഇവിടെ ഉണ്ടായിരിക്കും. ഇത് പഴയ വയനാട് അല്ലെങ്കിലും 2014 ജനുവരി മാസത്തിൽ വൈകുന്നേരം ചിലപ്പോൾ ചെറിയ തണുപ്പെങ്ങാനും അനുഭവപ്പെട്ടാൽ നാടൻ ശൈലിയിൽ പറയാറുള്ളത് പോലെ മനുഷ്യ ശരീരത്തിലെ സർവ്വവിധ നാട് ഞരമ്പുകളെയും ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ സംഘടനാ ചർച്ചകളുടെ ഊഷ്മാവ് കൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഹൃദ്യമായ രാത്രി ഭക്ഷണശേഷം അതിഗംഭീരമായ കടത്തനാടൻ കളരിപ്പയറ്റ് കൂടി കണ്ടിട്ടേ നിങ്ങൾ ഉറങ്ങാവൂ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സമയക്കുറവ് കാരണം ഞാൻ വളരെ വേഗത്തിൽ കുറിപ്പുകൾ വായിച്ചുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.